ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു സ്നാക്കാണ്. കിണ്ണത്തപ്പമാണ് തയ്യാറാക്കണേ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതുപോലത്തെ 2 ഏത്തപ്പഴമാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് 3ഓ 4ഓ ഇഷ്ടമുള്ള അത്രയും എടുക്കാവുന്നതാണ്. ഇതുപോലത്തെ 3 കട്ട ശർക്കര എടുക്കുന്നുണ്ട്. അതിപ്പോൾ മധുരം അനുസരിച്ച് 2.5ഓ 3ഓ എടുക്കാവുന്നതാണ്. മധുരം കുറച്ച് മതി എന്ന് തോന്നുന്ന ആൾക്കാർക്ക് 2.5 ആക്കാം. അല്ലെങ്കിൽ ഇതുപോലെ 3 ശർക്കര എടുക്കുന്നുണ്ട്. നെയ്യ് വേണം നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിരകിയ തേങ്ങ വേണം, തേങ്ങ കൊത്ത്, നട്ട്സ്, ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 കപ്പ് ഗോതമ്പ് പൊടി, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം. അതിനു മുമ്പായി ഒരു കാര്യം, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കത് ഇനി എങ്ങനെയാണ് കിണ്ണത്തപ്പം തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ശർക്കര ഉരുക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനായി ഇതുപോലെ ഒരു പാൻ വയ്ക്കുക, അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ആ ശർക്കര എടുത്തു വെച്ചതൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ശർക്കര പാനി തയ്യാറാക്കാൻ പറ്റും. വേഗം ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊട്ടിച്ചെടുത്തത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിന് നന്നായിട്ട് ഉരുകി വരണം. ഒരു 5 മിനിറ്റ് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ ശർക്കരയൊക്കെ നല്ല ഉരുകി നമ്മുടെ ശർക്കര പാനി തയ്യാറായിട്ട് ഇതൊന്ന് തണുത്ത് വരണം. അതുവരെ വെയിറ്റ് ചെയ്യണം. ആ നേരം കൊണ്ട് നമുക്ക് ഫില്ലിംഗ് ഒക്കെ തയ്യാറാക്കാം. ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. നട്ട്സ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പൊടിച്ച് വെച്ചതാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇതിപ്പോൾ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ സെയിം നെയ്യിലേക്ക് തന്നെ ഞാൻ എടുത്ത് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്താണിത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്തും ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ നേരത്തെ എടുത്ത പഴം ഞാനിവിടെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഈ നെയ്യിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. പഴം ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. പഴം നമുക്ക് ജസ്റ്റ് ഈ സ്പൂൺ വെച്ച് ഒന്ന് അമർത്തി കൊടുക്കുക. കുറച്ചൊന്ന് കടിക്കണത് നല്ലത് തന്നെയാണ്. അങ്ങനെ ഒരുപാട് ഇങ്ങനെ പേസ്റ്റ് പോലെ ആവണ്ട, ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നട്ട്സ്, തേങ്ങാക്കൊത്തും റോസ്റ്റ് ചെയ്തൊക്കെ ഇതിലേക്ക് ഇടുക. കുറച്ച് നമുക്ക് ടോപ്പിങ്ങിനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കിണ്ണത്തപ്പത്തിനുള്ള കൂട്ട് തയ്യാറാക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അത് ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കര പാനിയാണിത്. ഇത് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കട്ടയില്ലാണ്ട് നമുക്കിത് നല്ല ഒരു ബാറ്ററാക്കി എടുക്കണം ആദ്യം. ഈ കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പഴത്തിൻ്റെ മിക്സ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പതുക്കെ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലായിടത്തും എത്താൻ പാകത്തിന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നമ്മളിപ്പോൾ പഴമൊക്കെ എല്ലാം ഇട്ട് ഇതാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തിക്കാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ശർക്കര പാനി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളമോ മറ്റോ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. അത്ര തിക്കാവാൻ പാടില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ശർക്കര പാനി കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊഴിച്ച് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. ഒരുപാട് ഇങ്ങനെ കട്ടിയായിട്ട് ഇരിക്കാനും പാടില്ല, എന്നാൽ ഒരുപാട് വെള്ളമാവാനും പാടില്ല. അപ്പോൾ നമുക്കിനി ഇതൊരു ഏത് പാത്രത്തിലാണോ നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതൊന്ന് കുറച്ച് എണ്ണ തടവി ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ കേക്ക് ടിന്നായാലും നല്ലതാണ്. അതിനകത്ത് നമുക്ക് ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ എണ്ണയോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ അതിനൊന്ന് സെറ്റ് ചെയ്തെടുക്കുക.
ഞാൻ ഇതുപോലെ ഒരു കേക്ക് ടിന്നാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ച ബാറ്റർ, കിണ്ണത്തപ്പത്തിൻ്റെ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മുകളിലായിട്ട് നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നട്ട്സ് കുറച്ചിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ എയർ കയറിയിരിക്കും. ഒരു അലൂമിനിയം ഫോയിലോ മറ്റോ വെച്ചിട്ട് നമുക്ക് ഈ കേക്ക് ടീനൊന്ന് കവർ ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മളിനി ഇത് സ്റ്റീമറിൽ വെച്ചിട്ട് ആവി ഒളിക്കുകയാണ് ചെയ്യണത്. ആവിയിലാണ് നമ്മൾ വേവിച്ചെടുക്കണത്. അപ്പോൾ 20 മിനിറ്റ് 20 അല്ലെങ്കിൽ 25 മിനിറ്റ് വരെയൊക്കെ എടുക്കും. അപ്പോൾ എന്തായാലും 20 മിനിറ്റിന് ശേഷം നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇഡ്ഡലി കുക്കറിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ അതിൻ്റെ മൂടി വെച്ച് അടച്ച് ഒരു 20 മിനിറ്റ് നമ്മൾ ഇത് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 15 മിനിറ്റിന് ശേഷം മാത്രമേ നമ്മളിത് വെന്തിട്ടൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. 20 മിനിറ്റ് എങ്ങനെയായാലും വെന്ത് കിട്ടാനായിട്ട് എടുക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് വേവിക്കേണ്ടത്. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല വെന്ത് വന്നിട്ട്